എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് പത്തിരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3-4 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഉപ്പിട്ടതിന് ശേഷം നന്നായി ഇളക്കിയാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് നന്നായി തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി കുറച്ചായിട്ട് ഇട്ടതിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതേമാതിരി കുറച്ചിട്ടതിന് ശേഷം നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ചൂടിൽ ഇത് നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ നല്ലൊരു പരന്ന പ്ലേറ്റ് ഉണ്ടെങ്കിൽ പരന്ന പ്ലേറ്റിൽ അല്ലെങ്കിൽ ഇതേമാതിരി ടൈൽസിലിട്ട് നന്നായി നമുക്കിത് കുഴച്ച് നല്ല സോഫ്റ്റും സ്മൂത്തും ആക്കി എടുക്കണം. എന്നാലാണ് നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതുമാതിരി നന്നായി ഞാൻ മിക്സ് ചെയ്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് കുറേ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തി പ്രസ്സിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 2 സൈഡിൽ നന്നായി ഓയിൽ തടവിയതിന് ശേഷം നമ്മുടെ ഒരു ഉണ്ട വെച്ചതിന് ശേഷം നല്ല നൈസായിട്ട് ഇതേമാതിരി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പത്തിരി എടുത്തതിന് ശേഷം നല്ല നമ്മുടെ അരിപ്പൊടിയോ അല്ലെങ്കിൽ അപ്പപ്പൊടി ഏത് പൊടിയിലായാലും അതൊന്നില്ലാത്ത കൊണ്ട് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയെടുത്തേക്കാം. ഒരുപാട് അരിപ്പൊടി വേണ്ട, നമുക്കതിൽ ചെറുതായിട്ട് അരിപ്പൊടി പിടിച്ചാൽ മതി. അതിനുവേണ്ടി ഇതേമാതിരി നന്നായി തട്ടിയെടുത്തതിന് ശേഷം നമ്മൾ പത്തിരിക്ക് കൃത്യം അതേ വട്ടം ഷേപ്പ് കിട്ടാൻ വേണ്ടി നല്ല ഒരു വട്ടമുള്ള വല്ല പാത്രം വല്ലതും എടുത്തതിന് ശേഷം ഞാനിവിടെ ഇപ്പം ചോറ്റുപാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല വലുതെടുത്തതിന് ശേഷം അങ്ങനെ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കും. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് വരേണ്ട ഭാഗമൊക്കെ നമുക്ക് എടുത്ത് കളഞ്ഞതിന് ശേഷം നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ പത്തിരിയുടെ അതേ ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കണ്ടല്ലോ, നല്ല കൃത്യം വട്ടം ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടി കോട്ട് ചെയ്ത് ഒന്ന് തട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതേമാതിരി ഞാനൊന്ന് എല്ലാം ചെയ്തെടുക്കട്ടെ. ഇതേമാതിരി ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ഒന്ന് ഷേപ്പ് മാറിപ്പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ചതിന് ശേഷം പാത്രം നന്നായി ചൂടായതിന് ശേഷം തിരിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ഷെയറും കൂടി ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരയ്ക്കും ബൈ.